അയ്യങ്കാളി. ജനനം 1863 ഓഗസ്റ്റ് 28. ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. ജന്മഗൃഹം പ്ലാവത്തറ വീട്. അന്തരിച്ച വർഷം 1941 ജൂൺ 18. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി വില്ലുവണ്ടി യാത്ര നടത്തിയ വ്യക്തി അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അതുകൊണ്ട് തന്നെ അയ്യങ്കാളിയെ അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്നുകൂടി പറയുന്നുണ്ട്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. കല്ലുമാല സമരം നയിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകൻ അയ്യങ്കാളി. ജാതി വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊഴിലാളി സമരം നയിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം 1905. ഹരിജന സമുദായത്തിന് അയ്യങ്കാളി ചെയ്ത ഉത്കൃഷ്ട സേവനത്തെ ആദരിച്ച് ഗവൺമെൻറ് അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കി. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1907. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടന SNDP. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പുറത്തിറക്കിയ വർഷം 1913. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി. സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ: അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിൽ എടുക്കുന്നവർക്ക് കൂലി വർധനവ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവും അയ്യങ്കാളിയുടെ സഹപ്രവർത്തകനുമായിരുന്നു ഗോപാലദാസ്. കല്ലുമാല സമരം. കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട്ടു ലഹള. കല്ലുമാല സമരം നടന്ന വർഷം 1915. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം, ആഭരണങ്ങൾ ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പ്രക്ഷോഭമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട ഗോപാലദാസിൻ്റെ നേതൃത്വത്തിൽ സമ്മേളനം നടന്നത് 1915 ഒക്ടോബർ 24. പെരിനാട്, ചൊമക്കാട്, ചെറുമുക്ക് എന്ന സ്ഥലങ്ങളിലായിരുന്നു സമ്മേളനം നടന്നത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചു കളയുകയും മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് 1915 ഡിസംബർ 19. സ്ഥലം കൊല്ലം പീരങ്കി മൈതാനി. സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവും അയ്യങ്കാളിയുടെ സഹപ്രവർത്തകനുമായിരുന്നു ഗോപാലദാസ്. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളിയോടൊപ്പം യോഗത്തിൽ പങ്കെടുത്തവർ ചങ്ങനാശ്ശേരി കെ പരമേശ്വരപിള്ള, വെള്ളാനിക്കര ചോതിക്കുറുമ്പൻ ദൈവത്താൻ, ഗോപാലദാസ് പെരിനാട്. ഇനി നമുക്ക് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ തോന്നയ്ക്കൽ, ഓപ്ഷൻ ബി കാട്ടാക്കട, ഓപ്ഷൻ സി കുമാരപുരം, ഓപ്ഷൻ ഡി വെങ്ങാനൂർ. ശരിയുത്തരം വെങ്ങാനൂർ.
രണ്ടാമത്തെ ചോദ്യം, അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ശരിയുത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശരിയുത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം? ഓപ്ഷൻ എ 1893, ഓപ്ഷൻ ബി 1907, ഓപ്ഷൻ സി 1905, ഓപ്ഷൻ ഡി 1892. ശരിയുത്തരം 1893. അടുത്ത ചോദ്യം, പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അയ്യങ്കാളി വെങ്ങാനൂരിൽ പള്ളിക്കൂടം സ്ഥാപിച്ച വർഷം? ഓപ്ഷൻ എ 1907, ഓപ്ഷൻ ബി 1911, ഓപ്ഷൻ സി 1905, ഓപ്ഷൻ ഡി 1908. ശരിയുത്തരം 1905. അടുത്ത ചോദ്യം, പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ്? ഓപ്ഷൻ എ ശ്രീ ചിത്തിര തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീ വിശാഖം തിരുനാൾ, ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ ഡി റാണി സേതുലക്ഷ്മിബായി. ശരിയുത്തരം ശ്രീമൂലം തിരുനാൾ. അടുത്ത ചോദ്യം, എവിടെയാണ് അയ്യങ്കാളി യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്കായി ആദ്യ സ്കൂൾ ആരംഭിച്ചത്? ഓപ്ഷൻ എ ചെമ്പഴന്തി, ഓപ്ഷൻ ബി അരുവിപ്പുറം, ഓപ്ഷൻ സി വെങ്ങാനൂർ, ഓപ്ഷൻ ഡി ചേർത്തല. ശരിയുത്തരം വെങ്ങാനൂർ. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തുമാറ്റാൻ ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ കൊല്ലം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി വയനാട്. ശരിയുത്തരം കൊല്ലം. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം? ഓപ്ഷൻ എ അരയ വംശോദ്ധാരണി, ഓപ്ഷൻ ബി കല്യാണദായിനി, ഓപ്ഷൻ സി സാധുജന പരിപാലിനി, ഓപ്ഷൻ ഡി ബാല സമുദായ പരിഷ്കാരിണി. ശരിയുത്തരം സാധുജന പരിപാലിനി. അടുത്ത ചോദ്യം, അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം? ഓപ്ഷൻ എ 1907 ഡിസംബർ 5, ഓപ്ഷൻ ബി 1911 ഡിസംബർ 5, ഓപ്ഷൻ സി 1905 ഫെബ്രുവരി 27, ഓപ്ഷൻ ഡി 1912 ഫെബ്രുവരി 27. ശരിയുത്തരം 1912 ഫെബ്രുവരി 27. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പാഞ്ചജന്യം, ഓപ്ഷൻ ബി ശാന്തി മന്ദിരം, ഓപ്ഷൻ സി ആനന്ദഭവനം, ഓപ്ഷൻ ഡി ചിത്രകൂടം. ശരിയുത്തരം പാഞ്ചജന്യം. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ കാനായി കുഞ്ഞിരാമൻ, ഓപ്ഷൻ ബി ഇസ്ര ഡേവിഡ്, ഓപ്ഷൻ സി നെക് ചന്ദ്, ഓപ്ഷൻ ഡി രാജീവ് ആഞ്ചൽ. ശരിയുത്തരം ഇസ്ര ഡേവിഡ്. അടുത്ത ചോദ്യം, അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഇ.കെ. നായനാർ, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി ടി.എച്ച്.പി. ചെന്താരശ്ശേരി, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. ശരിയുത്തരം ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം? ഓപ്ഷൻ എ 2010, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 2003, ഓപ്ഷൻ ഡി 2009. ശരിയുത്തരം 2010. അവസാനത്തെ ചോദ്യം, അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ രാജീവ് ഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി മൊറാർജി ദേശായി.
ശരിയുത്തരം ഇന്ദിരാഗാന്ധി.